ക്രിമിനൽ കൂരിയക്. ക്രിമിനൽ ട്രിബ്യൂണൽ. ഗുണ്ടാസംഘത്തിന്റെ താവളമായി സീറോ മലബാർ സഭയുടെ കേന്ദ്രം മാറുകയാണ്. ക്രിമിനലുകളെ കുത്തിനിറച്ച് കൂരിയ രൂപീകരിച്ച അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി ക്രിമിനൽ എന്നു പേര് കേട്ട വൈദികനെ ട്രിബ്യൂണലായി നിയമിച്ച് മേജർ തട്ടിൽ ഗുണ്ടാസംഘത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരനായ സ്ത്രീ പീഡനക്കേസുകളിൽ പെട്ടവരോട് പ്രത്യേക മമതയുള്ളയാളാണ് തട്ടിൽ മെത്ര. കന്യാസ്ത്രീയെ പിഴപ്പിച്ചു ഗർഭിണിയാക്കിയ വൈദികനെ സ്വന്തം രൂപതയിൽ കുടുംബ നവീകരണ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറാക്കി ഉയർത്തിയ ഉദാരമനസ്കനാണ് തട്ടിൽ മെത്ര. ഏതാണ്ടതുപോലെയാണ് പുതിയ ട്രിബ്യൂണൽ നിയമനം. കൊച്ചച്ഛനായിരിക്കെ ചങ്ങനാശ്ശേരിയിൽ വച്ച് ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു. വിവാദമാകാതിരിക്കാൻ സഭ അദ്ദേഹത്തെ വിദേശത്ത് പഠിക്കാൻ വിട്ടു. പഠിത്തം കഴിഞ്ഞു തിരിച്ചെത്തി ബാംഗ്ലൂരിൽ ധർമാരാമിൽ പ്രൊഫസറായി. അവിടെ വച്ച് മറ്റൊരു കന്യാസ്ത്രീയെ കടന്നുപിടിച്ചു. ശീലം കൊണ്ട് പറ്റിപ്പോയ അബദ്ധമാണെങ്കിലും കന്യാസ്ത്രീ പരാതിപ്പെട്ടു. പരാതി സ്വീകരിച്ച ആച്ചാണ്ടി അച്ഛൻ അന്വേഷണം നടത്തി. സത്യം ബോധ്യപ്പെട്ടതോടെ ഏക്കാരനായ ആച്ചാണ്ടി അച്ഛൻ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു. ഇങ്ങനെയുള്ള ആളെയാണ് ധാർമ്മികനിയന്താവ് ആയി മാർ തട്ടിൽ നിയമിച്ചിരിക്കുക. നല്ല പാരമ്പര്യമുള്ള വൈദികനായതുകൊണ്ട് പാരമ്പര്യവാദികൾക്ക് ചേരും. ഇത്തരക്കാർക്ക് ചേക്കാറാൻ പറ്റിയ ഇടം മൗണ്ട് സെന്റ് തോമസ് തന്നെയാണ്. ക്രിമിനൽ കൂരിയക്ക് ക്രിമിനൽ ട്രിബ്യൂണൽ തന്നെ വേണം. അല്ലെങ്കിലും സിനഡ് നിറയെ ക്രിമിനലുകളാണെന്ന് അറിയാത്തവർ ചുരുക്കമാണ്.